ലാസ്റ്റ് മൂവി ആയതുകൊണ്ട് ഒരുപാട് ഇതോടെ വന്നത്. AI കുഴപ്പമില്ല, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര മാസമൊന്നുമില്ല. എല്ലാവരും ഉറങ്ങി എണീറ്റ് ആ ഒരു ഇതിൽ വരുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ 4 മണി 5 മണി ഷോ നിർത്തണം. ഇനി എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. എനിക്ക് വിജയിനെ ഇഷ്ടമാണ്, വിജയ ഫാൻ ഗേളാണ്. ഫസ്റ്റ് ഡേ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു വന്നതായിരുന്നു. ഫസ്റ്റ് ഷോ കിട്ടിയില്ല, എന്നാലും ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണണമെന്ന് പറഞ്ഞു വന്നു. சூப்பர், வேற லெவல். நம்ம எல்லாருக்குமே தெரியும் நம்ம கேரளாவில் வந்து தளபதிக்கு எவ்வளோ சப்போர்ட் இருக்குன்னு. அதை ஸ்பெஷலாக வந்து இந்த மூமெண்ட்டை வந்து நாங்கள் இங்கே செலிப்ரேட் பண்ணன்னு சொல்லி சென்னையிலேருந்து இங்கே வந்து பார்த்தா நல்லா இருந்துச்சு, ரொம்ப நல்லா இருந்துச்சு. വേറെ അടിപൊളി, സൂപ്പർ. ആവറേജ് പടമായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അതായത് എസ്പെഷ്യലി അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെ നൈസായിരുന്നു. It's very good. I like the movie very much. Super, വേற ലെവൽ. പോരാ, ഒന്നുമില്ല സിനിമയ്ക്ക്. പ്രത്യേകിച്ച് കുറേ ക്യാമിയം കൊണ്ടുവച്ച് ഇതൊക്കെ വെച്ച് നോക്കിയാൽ ബീസ്റ്റൊക്കെ അടിപൊളി പടമാണെന്നാണ് തോന്നുന്നത്. കൊള്ളാം കൊള്ളാം. ലാസ്റ്റ് ക്ലൈമാക്സ് ക്ലൗൺ കുഴപ്പമില്ല. പിന്നെ നടുക്ക് വെച്ചിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു വിജയുടെ AI-യുടെ. അത് ചെറിയ ബോറടിച്ച് പിന്നെ കുഴപ്പമില്ല, സ്പീഡപ്പ്. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ആ കൊള്ളാം. പടത്തെ പറ്റി പറയുന്നത് ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. വിജയ് കൊള്ളാം. ഞാൻ നെഗറ്റീവ് പറയത്തില്ല. നെഗറ്റീവ് വരുന്നുണ്ടാ, അല്ലാതെ നോർമൽ. ഞാൻ വിജയ് ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. എനിക്ക് വിജയിനെ ഇഷ്ടമാണ്, വിജയ ഫാൻ ഗേളാണ്. ഫസ്റ്റ് ഡേ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു വന്നതായിരുന്നു. ഫസ്റ്റ് ഷോ കിട്ടിയില്ല, എന്നാലും ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണണമെന്ന് പറഞ്ഞു വന്നു. അതുകൊണ്ട് സങ്കടമുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നാലും സിനിമ കാണണമെന്ന് വന്ന് കണ്ടു. കൊള്ളാം. ഒരു വിജയ് പടം എന്ന് പറയാൻ അത്രയും ഒരു ഇതില്ല, കൺവിൻസിങ് അല്ല അത് ഒട്ടും. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ലാഗാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ എന്താണ് ഒരു വിജയ് പടത്തിൽ നമ്മൾ ആവശ്യമുള്ളത് അതൊന്നും ഇല്ല. ഞാനൊരു വിജയ് ഫാനാണ്, എന്നാലും നമുക്ക് അത്രയ്ക്ക് നിരാശയായിപ്പോയി. ഒരു സോങ് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ക്യാമറ എടുത്ത ആംഗിൾ ആയാലും ഫൈറ്റിംഗ് ആയാലും നമുക്ക് ചില സ്ഥലത്ത് നമുക്ക് അത്രയും നല്ലതാണെന്ന് തോന്നുന്നത്, ചില സമയത്ത് അത്രയും ഇതല്ല. ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എക്സ്പെക്ടേഷൻ അത്രയൊന്നും വന്നില്ല. പിന്നെ ലാസ്റ്റ് മൂവി ആയതുകൊണ്ട് ഒരുപാട് ഇതോടെ വന്നത്. AI കുഴപ്പമില്ല, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര മാസമൊന്നുമില്ല. ഒന്ന് കീറി വിളിക്കാനുള്ളൊരു ഇതുപോലും കിട്ടത്തില്ല. ശരിക്കും ശോകമാണ്. ഞാൻ ആക്ച്വലി ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഈ സിനിമയെക്കുറിച്ച് കേട്ടു. ഞാനും ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷേ കുഴപ്പമില്ല, നല്ല എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. അങ്ങനെ ഇത്രയും ആൾക്കാർ രാവിലെ, എനിക്ക് തോന്നുന്നു ഈ രാവിലത്തെ ഷോ നിർത്തണം എന്ന് തോന്നുന്നു. എല്ലാവരും ഉറങ്ങി എണീറ്റ് ആ ഒരു ഇതിൽ വരുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ 4 മണി 5 മണി ഷോ നിർത്തണം. ആൾക്കാർ ആ ഒരു സെൻസിൽ ആയിക്കില്ലേ. അതുകൊണ്ട് ഞാൻ രാവിലത്തെ ഷോ നിർത്തിയിട്ട് ഇച്ചിരി ഒന്ന് ഉണർന്നതിന് ശേഷം ഒരു മൈൻഡിൽ വന്ന് കാണാൻ തീരുമാനിച്ചത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി നല്ലൊരു എഫേർട്ടായിട്ട് തോന്നി. ഇൻഫാക്റ്റ് ഇതിൽ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിജയുടെ നെഗറ്റീവ് ക്യാരക്ടർ സൂപ്പർബായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഡയലോഗ് ഡെലിവറി വിജയുടെ ഇതിൽ വരുമ്പോൾ ഈ നെഗറ്റീവ് ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആക്ച്വലി സ്പീക്കിംഗ് ഞാനൊരു അജിത് ഫാനാണ്. പക്ഷേ എന്നാലും ഐ വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ് വിത്ത് എൻറ്റയർ തിങ്. 400 crores 200 crores വിജയന് കൊടുക്കാത്തൊരു 100 കോടിയും കൂടെ ഇതിൽ വെച്ചിരുന്നെങ്കിൽ സിനിമ ഇച്ചിരി കൂടെ ഭേദമാക്കുമായിരുന്നു. ക്ലൈമാക്സ് ഇച്ചിരി ജസ്റ്റ് ഒരു ഫുൾ ട്രാൻഡത്തും ഈ ഗ്രീൻ ഫീൽഡിൽ ഷൂട്ട് ചെയ്തതാണ്. ക്ലൈമാക്സ് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാൻ തോന്നുന്നു. ലാസ്റ്റ് ഒരു ആവശ്യമില്ലാത്തൊരു എൻഡിങ്, പക്ഷേ ഓവറോൾ ഇറ്റ്സ് ക്വൈറ്റ് എൻ്റർടൈനിങ്. നല്ല പേസ് ഉണ്ട്. 3 മണിക്കൂർ, ഒരു 2.25 മണിക്കൂറൊക്കെ മതിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല പേസിൽ പോയിട്ടുണ്ട്. അവസാനം എല്ലാം സിങ്കായിട്ട് വന്നു. എല്ലാവരും നല്ലപോലെ ആക്ട് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് ആയിരുന്നാലും മോഹനായിരുന്നാലും എവരിവൺ, എല്ലാവരും അവരുടെ ഇൻഡിവിജ്വൽ റോൾസൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. വിജയ് എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ വിജയുടെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്താണ് വളരെ നല്ല ഇത് വന്നിട്ടുണ്ട്. ഓവറോൾ ഇറ്റ്സ് ക്വൈറ്റ് വാച്ചബിൾ, ക്വൈറ്റ് എൻ്റർടൈനിങ്. ப்ரோ ஆக்சுவலி வி கேம் ஃப்ரம் சென்னை. ஸோ நம்ம எல்லாருக்குமே தெரியும் இது நம்ம கேரளாவில் வந்து தளபதிக்கு எவ்வளோ சப்போர்ட் இருக்குன்னு. அதை ஸ்பெஷலாக வந்து இந்த மூமெண்ட்டை வந்து நாங்கள் இங்கே செலிப்ரேட் பண்ணன்னு சொல்லி சென்னையிலேருந்து இங்கே வந்து பார்த்தா ஆடியன்ஸோட சப்போர்ட் அஸ் யூஷுவல் விஜய்க்கு எல்லா இடத்துலையுமே கேரளாவில் வந்து ஃபேன்ஸ் கிளப் அவ்வளோ தூரம் இருக்குது. ஆடியன்ஸ் அவ்வளோ தூரம் உள்ளே செலிப்ரேட் பண்ணாங்க. படத்தை பற்றி பார்த்தீங்கன்னா வந்து வேறு லெவல் கூஸ்பன்ஸ் மூமெண்ட்லாம் நிறைய இருக்குது. ஸோ நாங்கள் எதுவுமே இந்த ஸ்பாயில் பண்ண விரும்பல. தேட்டரில் பாருங்கள், நிறைய இது என்ஜாய் பண்ணலாம். ஸோ ஆல் ஓவர் வந்து நம்ம எப்படி அங்கே தமிழ்நாடு மக்கள் செலிப்ரேட் பண்ணுறாங்களோ கேரளாவில் அதை விட இங்கே செலிப்ரேட் பண்ணுவாங்கன்னு எங்களுக்கு தெரியும். அதனால தான் நாங்கள் லாஸ்ட் டைம் லியோவும் இங்கே தான் வந்து பார்த்தோம். நீங்கள் போய் பாருங்கள், படத்தை பாருங்கள், நல்லா என்ஜாய் பண்ணுவீங்க. படம் ஃபுல்லாகவே ட்விஸ்ட்டு, பேக்ரவுண்ட் மியூசிக்லாம் செமையாக இருக்குது. என்ஜாய் பண்ணலாம். இன்னொரு டைம் கண்டிப்பாக பார்க்கலாம். ஆமாம், அது எல்லாருக்குமே தெரிஞ்சது தானே. அங்கே ஈக்குவலாக இங்கே நிறைய ஃபேன்ஸ் இருக்குது. இப்போ கட்சி வேறு ஓப்பன் பண்ண போகிறாரு. அதனால் இன்னும் க்ரேஸ் அதிகமாகிடுச்சு. ஸோ ரொம்ப ஹாப்பி.